കൊടും ക്രിമിനൽ ഗോവിന്ദസ്വാമി ജയിൽ ചാടുന്ന ദൃശ്യങ്ങൾ പുറത്ത്. അന്ന് പുലർച്ചെ 1:15 ജയിൽ ചാടിയത്. ആദ്യം ഒരു തുണി പുറത്തേക്കിട്ടു. പിന്നീട് സെല്ല് മുറിച്ചു മാറ്റിയ ഗ്യാപ്പിലൂടെ നിരങ്ങിയാണ് ഇയാൾ സെല്ലിന് പുറത്തേക്ക് ഇറങ്ങിയത്. സെല്ലിന് പുറത്തേക്ക് ഇറങ്ങിയതിനു ശേഷം 3 തവണയായി തുണിയുൾപ്പെടെയുള്ള ചില സാധനങ്ങൾ എടുത്തു. 1:20 കഴിഞ്ഞതോടെയാണ് ഗോവിന്ദസ്വാമി പുറത്തേക്ക് ഇറങ്ങുന്നത്. പിന്നീട് 10ാം ബ്ലോക്കിന്റെ മതിൽ ചാടിക്കടന്നു. ശേഷം വലിയ മതിലായ പുറമതിലും ചാടിക്കടന്നു. മതിൽ ചാടിക്കടക്കുമ്പോഴേക്കും 4 മണി കഴിഞ്ഞിരുന്നു. കഴിഞ്ഞ 1.5 മാസക്കാലമായി കൃത്യമായി ആസൂത്രണം ചെയ്തായിരുന്നു ഗോവിന്ദസ്വാമിയുടെ ജയിൽ ചാട്ടം. ജയിൽ ചാടുവാൻ ആരുടെയും സഹായം ലഭിച്ചിട്ടില്ലെന്നാണ് ഗോവിന്ദസ്വാമി പോലീസിന് നൽകിയ മൊഴി. തളാപ്പിലെ ഒരു ഉപേക്ഷിക്കപ്പെട്ട കെട്ടിടത്തിന് സമീപത്തെ കിണറ്റിൽ നിന്നാണ് ഇയാളെ കഴിഞ്ഞ ദിവസം പിടികൂടിയത്. ഗോവിന്ദസ്വാമി ആദ്യം ഒളിച്ചിരുന്ന കെട്ടിടം പോലീസ് വളഞ്ഞിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ നാട്ടുകാർ തടിച്ചുകൂടാനുള്ള സാധ്യത കണക്കിലെടുത്ത് ഇയാളെ പിടിച്ചില്ല. പക്ഷേ അപ്പോഴേക്കും സ്ഥലത്ത് ജനങ്ങൾ തടിച്ചുകൂടി. ഇതിനിടെ കെട്ടിടത്തിൽ നിന്ന് പുറത്തു ചാടിയ ഗോവിന്ദസ്വാമി കിണറ്റിൽ ചാടി ഒളിച്ചിരുന്നു. പോലീസ് കിണറ്റിൽ നിന്നുമാണ് ഇയാളെ പിടികൂടിയത്. 3 മണിക്കൂർ നീണ്ട തിരച്ചിലാണ് ഗോവിന്ദസ്വാമിയെക്കുറിച്ച് വിവരം ലഭിച്ചത്. കണ്ണൂർ നഗരത്തിന് പുറത്തേക്ക് കോഴിക്കോടും കാസർഗോഡും അടക്കമുള്ള സംസ്ഥാനത്തിന്റെ പല ഭാഗത്തും ഗോവിന്ദസ്വാമിക്കായി തിരച്ചിൽ നടത്തിയിരുന്നു. ഇതിനിടയിലാണ് തളാപ്പിലെ വീട്ടിൽ നിന്ന് ഇയാൾ പിടിയിലായത്. നിങ്ങളൊരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷങ്ങൾ മുടക്കണം? അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോലീപ് നൽകുമ്പോൾ. ഫ്രീ എഡ്യൂക്കേഷൻ, ഫ്രീ പേപ്പർ വർക്ക്, ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്. ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം, സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം. യൂറോലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി, കണ്ണൂർ, തൃശൂർ ആൻഡ് കൊല്ലം.